നമസ്കാരം, എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിലെങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഞാൻ വാനില ഐസ്ക്രീം ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇതേപോലെ തന്നെ എല്ലാവരുടെ അടുത്തും കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേച്ചി വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പലരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കും മിൽക്ക് മെയ്ഡും ഒന്നാണോ എന്നുള്ളതാണ്. മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ്, അതൊരു ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ നെയിമാണ് മിൽക്ക് മെയ്ഡ് എന്നുള്ളത്. ശരിക്കും കണ്ടൻസ്ഡ് മിൽക്ക് എന്നാണ് നമ്മളതിന് പറയാം. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ചില പോയിന്റ്സ് ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തയ്യാറാക്കാം നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, 250 ml ഗ്ലാസ്സിലാണെങ്കിലും 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്ററോളം പാല്. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം, അത് നിർബന്ധമാണ് കേട്ടോ. സ്കിംഡ് മിൽക്കൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ 2 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫാറ്റ് മിൽക്ക്. അതിലോട്ട് ഒരു 1/4 ഗ്ലാസോളം പഞ്ചസാര, നോർമൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വരെ ആവാം പഞ്ചസാര, ഞാൻ പക്ഷേ 1/4 ഗ്ലാസ് ഇട്ടുവെന്ന് മാത്രം. അതേസമയം കുറയാൻ പാടില്ല. അതിനുശേഷം ഇളക്കി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ടെങ്കിൽ പോലും ഇളക്കണം, അതല്ലെങ്കിൽ താഴെ പിടിക്കും. മാത്രമല്ല ഹൈ ഫ്ലെയിമിൽ ഇത് ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചസാരയും പാലും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വാനില ഐസ്ക്രീം ചെയ്തപ്പോൾ അതിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഈ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചസാരയും പാലും കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി അലിയട്ടെ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയി ഇളക്കിയിട്ടില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാല് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ എവിടെയും പോകാൻ പാടില്ല. കാരണം ഞാൻ പറയാറുള്ള പോലെ തന്നെ പാല് ആൾ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതായത് ഹർബറിയിൽ ചെയ്യാൻ പാടില്ല. അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിയുള്ള ഡിഷസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ പാല് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, പുറത്തേക്ക് പോവാതിരിക്കാൻ അതായിരിക്കും നല്ലത്. കുറച്ച് വൈഡായിട്ടുള്ള കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് പാല് നമുക്ക് വറ്റി വരുമ്പോൾ 1 ഗ്ലാസ് അളവിൽ വേണം. അപ്പോഴാണ് ആ തിക്നെസ് വരെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുക. അപ്പോൾ നമ്മൾ റെഡി ആവുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും റെഡി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റൊക്കെയാണ് സാധാരണ രീതിയിൽ പിടിക്കുന്നത്. പിന്നെ ഓരോ ഗ്യാസിൻ്റെ ഓരോ സ്റ്റവ് അനുസരിച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാലും എനിക്ക് മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞായിരിക്കില്ല മേ ബി നിങ്ങളുടെ സ്റ്റവിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ ഏകദേശം ഞാൻ ആവാറാവുമ്പോൾ കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറ്റിച്ച് ഓവറായിട്ട് അങ്ങ് വറ്റിക്കാൻ പാടില്ല. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ആകെ അങ്ങ് സ്റ്റിക്കി ആയിട്ട് മാറും ഇത്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ലിക്വിഡി ഫോമിൽ തന്നെ നമ്മളത് എടുത്ത് വെക്കണം. അപ്പോൾ തണുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഞാൻ ആ പരിവാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യമുള്ള റെസിപ്പി അല്ല അത്. എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. പിന്നെ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കുക. അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഷുഗർ ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഷുഗറാണ് ഇത് കാരമലൈസ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഒരു കളർ കൊടുക്കുന്നതൊക്കെ. നമ്മളിത് ഷുഗർ ചേർക്കാണ്ട് വറ്റിച്ചെടുക്കും പാല്. അതിന് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്നാണ് പറയുക. അതും തിക്നെസ് ആയിട്ട് വരും, പക്ഷേ ഈ കൺസിസ്റ്റൻസി ഒന്നും ആവില്ല. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൽ എന്തായാലും ഷുഗർ ചേർക്കണം. പിന്നെ അതിന് പകരമായിട്ട് ഹണി ചേർക്കാനോ ശർക്കര ചേർക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷുഗർ തന്നെ മിക്കവാറും വേണ്ടി വരും. ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ പണ്ടേ ട്രൈ ചെയ്തിട്ടുള്ളതും ഷുഗർ വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. പണ്ട് ഞാനിങ്ങനെ ബ്ലോഗൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണിത്.
ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല. നല്ല അടി പിടിക്കാണ്ട് സൂക്ഷിക്കുക, അതേപോലെ തന്നെ മേലേക്ക് തിളച്ച് പോകാതെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ കേക്ക് കാണുകയും ചെയ്യുക. പക്ഷേ അതിനിടയ്ക്ക് അതിൽ മുഴുകി പോകരുത്, കാരണം നമ്മുടെ പാല് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാല് ചിലപ്പോൾ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ആകെ കൂടുതൽ വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എപ്പോഴാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ. ഞാൻ 2008 ആദ്യമായിട്ട് റെസിപ്പി ബ്ലോഗിൽ ഇടാൻ തുടങ്ങിയത്. ഇപ്പോൾ 10 വർഷമായി. അങ്ങനെ 10 വർഷത്തെ ഒരു പരിചയം എന്ന് വേണമെങ്കിൽ പറയാം, റെസിപ്പി റൈറ്റിങ്ങും. പിന്നെ ഇതിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 3 വർഷം ആവുന്നേ ഉള്ളൂ. നവംബർ 3 നമ്മുടെ 3ാമത്തെ ആനിവേഴ്സറി. അത് അത്ര സമയം ആയിട്ടില്ല. മറ്റേ നമ്മുടെ ഇപ്പോൾ പക്ഷേ ഞാൻ ബ്ലോഗ് എഴുതുന്നില്ല, കാരണം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. ഈ എന്താ പറയുക, നമ്മുടെ യൂട്യൂബും ബ്ലോഗും കൂടി ആകുമ്പോൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ ബ്ലോഗ് എഴുതുന്നില്ല. പിന്നെ ബ്ലോഗിൽ ഒരുപാട് റെസിപ്പീസും ഇനിയും ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സമയം എടുത്തിട്ട് പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് മാറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും, ചെറുതായിട്ട് തിക്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പാലിന് കളർ ചെറുതായിട്ടൊരു യെല്ലോയിഷ് ടിൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബദ്ധം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തേക്ക് പാല് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മൾ അടപ്പും അത്രയും വൃത്തികേടാവും. പിന്നെ ഒരുപാട് സമയം എടുത്തിട്ട് വേണം അതൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അനുഭവസ്ഥർ പറയുന്നത് ആണ്. നന്നായിട്ട് പതക വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മടിയൊക്കെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിക്കോ. ഇത് ഈ ബോറ് പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ എന്തൊക്കെ ബോറടി എന്നൊക്കെ പറയുകയാണെങ്കിലും സംഭവം റെഡി ആയിട്ട് വരുമ്പോൾ അത് കിടിലനായിട്ട് വരും കേട്ടോ, അതിലൊരു സംശയവും ഇല്ല. പിന്നെ മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. ഒരു കെമിക്കൽസ് ഇല്ല എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഏതിലാണ് എപ്പോഴാണ് എന്താണ് ഇടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത കാലമാണ്. പിന്നെ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക തന്നെ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണിത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് തീ കുറച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇനി സൂക്ഷിക്കേണ്ട ഘട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും റെഡിയാവാം. അപ്പോൾ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, തീ സൂക്ഷിക്കുക, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് നമുക്കൊരു മടി തോന്നുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം, പക്ഷേ ഈ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലത്തെ ആ പത നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാരയുടെ ഒക്കെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. മേലേന്ന് പത മാത്രം റിമൂവ് ചെയ്ത് കളയാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചസാരയൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പഞ്ചസാരയാണ്. എന്നാൽ പോലും ഇപ്പോൾ ജാമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മേലെ വരുന്ന പത റിമൂവ് ചെയ്ത് കളയണമെന്ന്. അതാണ് നല്ലത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മതി. കുറച്ച് പതയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയി കേട്ടോ. ഈ സമയത്ത് നോക്കിയേ, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ കാണണം, ഇതിൽ ഒരു ചെറിയ പോർഷൻ നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ വര കാണുന്നില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി മതി. ഇനി അധികം നേരം നമ്മൾ വറ്റിച്ച് കഴിഞ്ഞാൽ ആകെ അങ്ങ് കുറുകിപ്പോവും. ഞാൻ ഓഫ് ചെയ്യാണ്, ഞാനെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ചൂടായിരിക്കുന്ന സമയത്ത്, കാരണം തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ബേക്കിംഗ് സോഡ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനും തിക്നെസ് കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ ചേർക്കുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ചേർക്കാമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് തന്നെ ഈ കറക്റ്റ് നല്ല കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാൻ. നമുക്ക് മനസ്സിലാവുന്നില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി? ഓക്കെ. അപ്പോൾ ഇത് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ കണ്ടെയ്നറിലോട്ട് ഒഴിച്ച് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ചെയ്തേക്കുന്നത്, അപ്പോൾ നമുക്കിത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തീരും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 30 മിനിറ്റ് സമയം ചിലവഴിച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണിത്.
പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത്രയും ശ്രദ്ധിച്ചിട്ട് പോലും കുറച്ച് തിക്നെസ് കൂടിയെന്ന് വിചാരിക്കുക. അതായത് ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട് ഓൾറെഡി. അത് തണുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അങ്ങ് തിക്കായി പോകുന്നു. പക്ഷേ പേടിക്കൊന്നും വേണ്ട, ആരോടും പറയാൻ വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ടേബിൾ സ്പൂൺ പാല് ചൂടാക്കുക. നല്ലതായിട്ട് ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു കൈ കൊണ്ട് പാല് ഇതിലേക്ക് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിക്നെസ് നമുക്ക് ലൂസൺ ചെയ്യാൻ പറ്റും കേട്ടോ. അത് എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും. ആ സമയത്ത് തിരിച്ചാക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയത്, ദൈവത്തിനെ വിളിച്ച് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ വളരെ കുറച്ച് മാത്രം പാല് ചേർക്കാൻ പാടുള്ളൂ, ഒന്ന് ലൂസായി കിട്ടാൻ. പക്ഷേ ഒഴിക്കുന്ന സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും, ഈവൻ ആയിട്ട് അങ്ങ് മിക്സ് ആവുകയും ചെയ്യും കേട്ടോ. അബദ്ധവശാൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ മാത്രം ഈ പാൽ ഒഴിച്ചൊഴിക്കുന്നത്, അത് ചൂട് പാല്, തണുത്ത പാൽ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ചൂട് പാല് മാത്രം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഈ ഞാൻ ഒഴിക്കാൻ പറഞ്ഞത് തണുത്തതിന് ശേഷം ചൂടുപാൽ ഒഴിക്കാനല്ലാട്ടോ പറഞ്ഞത്. ചൂടായിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൽ ചൂടോടുള്ള പാൽ ഒഴിക്കണം. അല്ലാതെ ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. ആ ഒരു പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ മിൽക്ക് മെയ്ഡ് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. കൺസിസ്റ്റൻസി കണ്ട, ഇതാണ് നമ്മളുടെ മിൽക്ക് മെയ്ഡിന് വേണ്ട കൺസിസ്റ്റൻസി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയിട്ട് പിരിഞ്ഞ പോലെയൊക്കെ ലൈറ്റായിട്ട് എവിടെയെങ്കിലും പിരിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും പേടിക്കണ്ട. ഒരു നല്ല അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ മേലെ എന്തെങ്കിലും പിരിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ മേലെ നിന്നോളും, ഉള്ളിലോട്ട് നല്ലതായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ക്ഷമയോട് കൂടി കണ്ട് ശ്രദ്ധയോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാനിപ്പോൾ ഇനി ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കാം, അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്, പുറത്ത് സൂക്ഷിക്കാൻ പാടില്ല. 1 മാസം വരെ കേടാവാതിരിക്കും. പക്ഷേ ഈ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കും അല്ലേ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ ഇനി വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ എളുപ്പമായല്ലോ. ഇനി അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ഇടാം. അടുത്ത് തന്നെ ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തരാം. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ സ്വീറ്റ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതും കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിനി ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കുപ്പി ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫണൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫണലിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു ഫണൽ വെക്കുക, ഫണലിൽ കൂടെ നമുക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3/4 മുതൽ 1 ഗ്ലാസ് വരെ കാണും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അളവെന്ന് പറയുന്നത്. ശരിക്കും നേരെ പകുതി ആവണം. നമ്മുടെ പാൽ എത്രയാണോ അതിൻ്റെ പകുതിയായിട്ട് അളവ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 ഗ്ലാസ് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് പാല് ഇതുപോലെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 1.5 ഗ്ലാസോളം പഞ്ചസാരയും ചേർക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 ഗ്ലാസ് പഞ്ചസാര ചേർക്കണം. നേരെ ഇരട്ടിയാണ് പഞ്ചസാരയുടെ അളവ് ശരിക്കും. പക്ഷേ ഞാൻ കുറച്ച് ചേർത്തു എന്ന് മാത്രം, ഓവറായിട്ട് മധുരം വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ലൈറ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ ടേസ്റ്റ്, വേണമെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ഇതിന് മുമ്പ് തയ്യാറാക്കിയിരുന്നതാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കണ്ട, ഫ്രിഡ്ജിലെടുത്ത് വെച്ചപ്പോഴും ഇതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഇരിക്കുന്നത്. അതായത് അപ്പോൾ കൺസിസ്റ്റൻസിക്ക് ഒട്ടും മാറ്റം വന്നിട്ടില്ല. ആ തിക്നെസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് മറക്കരുത്. നമ്മുടെ കയ്യിൽ ഒന്ന് കോട്ടാവാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക, മാറ്റി വയ്ക്കുക, കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ പാത്രം മാറ്റിക്കോ, ആ പാത്രത്തിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ചൂടാറിയതിന് ശേഷം കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. സമാധാനമായിട്ട് തിന്നാൻ സമ്മതിക്കില്ലേന്ന് അതല്ല ആദ്യമായിട്ടല്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ മിനിയാന്ന് കുൽഫി തുടച്ച് നക്കി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ഇതാക്കിയിട്ടുണ്ട്. ചേട്ടൻ കൊതിപ്പിച്ചു, എന്നാലും ദുഷ്ടത്തരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു. ഇതെന്താ കഴിച്ചോണ്ടിരിക്കണെന്ന് അറിയോ? എന്ത് ബിരിയാണി? കുക്കർ ചിക്കൻ ബിരിയാണി. അത് വിചാരിച്ച് കുക്കർ ബിരിയാണി എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. എല്ലാം ഒരേ കളറായിരിക്കും. ഈസി അല്ലേ ഉണ്ടാക്കാം. അപ്പോൾ താങ്ക് യു. ഇടയ്ക്കൊന്ന് ഞാൻ ചേട്ടൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാലല്ലേ അവർക്കൊരു സന്തോഷമാവുള്ളൂ. ജയസൂര്യ അല്ലെങ്കിൽ ജയസൂര്യൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കാമല്ലോ.